ഹലോ, നല്ല നമസ്കാരം. C5-ൽ റിലീസ് ചെയ്ത തടയം തമിഴ് വെബ് സീരീസാണ്. ഇതിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് 1999-ലെ തമിഴ്നാട് ആന്ധ്ര അതിർത്തി ഗ്രാമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നടക്കുന്നത്. രാത്രികാലങ്ങളിൽ വീടുകളിൽ അതിക്രമിച്ചു കയറി ഉറങ്ങിക്കിടക്കുന്ന ദമ്പതികളെ മാത്രം ക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു സൈക്കോ കില്ലറുടെ കഥയാണിത്. കൊലപാതകത്തിന് ശേഷം സ്ത്രീകളുടെ താലിയും പുരുഷന്മാരുടെ അരിഞ്ഞാണവും മാത്രം കില്ലർമാർ എടുത്തുകൊണ്ട് പോകുന്നു. കൂടാതെ വീടിൻ്റെ ചുമരിൽ ഒരു ചോദ്യചിഹ്നം വരച്ചു വയ്ക്കുന്നതും ഇവരുടെ രീതിയാണ്. സമുദ്രക്കനിയും ശിവതയും അവതരിപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിക്കുന്നു. കില്ലറിലേക്ക് എത്തുന്ന ആ ഒരു രീതിയിലാണ് സീരീസ് അവസാനിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് 1995-ലും അതോടൊപ്പം തന്നെ 99-നും ഇടയിൽ തമിഴ്നാട് ആന്ധ്ര അതിർത്തികളിൽ നടന്നിട്ടുള്ള യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുകയാണ് ഈ വെബ് സീരീസ്. ഏകദേശം 70-ലധികം ദമ്പതികളെ കൊലപ്പെടുത്തിയ ഒരു സംഘത്തെക്കുറിച്ചിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഈ വെബ് സീരീസിലൂടെ വെളിപ്പെടുത്തുന്നത്. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആക്ടിങ് ആൻഡ് ഡയറക്ഷൻ നോക്കുമ്പോൾ സമുദ്രക്കനി അതിമാൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് സമുദ്രക്കനി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ജോലിയിൽ അർഹമായിട്ടുള്ള അംഗീകാരം ലഭിക്കാത്തതിനാൽ വിരമിക്കാൻ വേണ്ടി ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ അധ്യാപക ജോലിയിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട്, അസാമാന്യമായിട്ടുള്ള കഴിവ് ഉള്ള ഒരു മനുഷ്യൻ, അസാമാന്യമായിട്ടുള്ള നിരീക്ഷണ പാഠവുമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നന്നായിട്ട് തന്നെ ചെയ്തു. ശിവദ പുതിയതായി ചാർജ് എടുത്ത കർക്കശാരിയായിട്ടുള്ള ലേഡി ഇൻസ്പെക്ടർ വേഷം ശിവദ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നവീൻ കുമാർ പളനിവേലാണ് ഈ സീരീസിൻ്റെ സംവിധായകൻ. അദ്ദേഹം ഒരു റിയൽ സ്റ്റോറിയെ ഒരു സിനിമാറ്റിക് മൂഡിലേക്ക് ഒരു ഡ്രാമയും കൂടി എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് ആണ് അവതരണം അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഈ വെബ് സീരീസിൽ. ഇതിൻ്റെ ലോജിക്ക് നോക്കുമ്പോൾ ലളിതമായിട്ടുള്ള ഒരു ഘടന. ആകപ്പാടെ 6 എപ്പിസോഡുകൾ മാത്രമാണ് ഉള്ളത്. ഓരോ എപ്പിസോഡും ഒരു 20-17 മിനിറ്റ് വരെ ഉണ്ട്. 30 മിനിറ്റ് വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന, ഏകദേശം ഒരു 2.5 മണിക്കൂർ താഴെ നിൽക്കുന്ന ഒരു സിനിമ കാണുന്നത് പോലെയുള്ള ഒരു അനുഭവം, അല്ലെങ്കിൽ അങ്ങനെ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ ഹീറോയിസ് പോലീസിന് പകരം വളരെ ഒരു സാധാരണ രീതിയിലാണ് പോലീസ് ഓഫീസറുടെ കാഴ്ചപ്പാടിൽ വേണം കഥ പറയാൻ ശ്രമിക്കുന്നത്. അത് വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കില്ലർമാർ ആരാണെന്ന് തന്നെ തുടക്കത്തിൽ തന്നെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും അവരിലേക്ക് പോലീസ് എത്തുന്ന രീതിയും അന്വേഷണത്തിനിടയിൽ സമുദ്രക്കനി നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളും വളരെയധികം വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കില്ലർമാർ ചുമരിൽ ചോദ്യചിഹ്നം വരച്ചു വയ്ക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യവും അവരുടെ കുടുംബ പശ്ചാത്തലവും ഈ സീരീസിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കീ മൂവ്മെൻ്റായിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് നോക്കുമ്പോൾ സിനിമാറ്റോഗ്രാഫി 90-കളിലെ ആ ഒരു കാലഘട്ടത്തെ കാണിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന കളർ ഗ്രേഡിങ്ങും അതോടൊപ്പം തന്നെ ക്യാമറ ആംഗിളുകളും വളരെയധികം മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ക്രൈം ത്രില്ലറുകൾക്ക് ഒരുപാട് അനാവശ്യമായ ടെൻഷൻ നിലനിർത്തുന്നതിനുള്ള കുറേ സംഗീതങ്ങൾ ചിലയിടത്തൊക്കെ ഗംഭീരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ചിലയിടത്തൊക്കെ എനിക്ക് അത്ര ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ക്രിറ്റിസിസം നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ത്രില്ലർ സിനിമകൾക്ക് ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് കൊലയാളി ആര് എന്ന ആകാംക്ഷയാണ്. എന്നാൽ ഈ സീരീസിൽ കൊലയാളി ആരാണെന്ന വിവരം ഒരു തുടക്കത്തിലും കാണിക്കുന്നുണ്ട്, 3-ാമത്തെ എപ്പിസോഡിലും തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് കാണിക്കുമ്പോൾ നമ്മളിൽ ഒരു ആകാംക്ഷ ഇല്ലായ്മ ആണ് കാണിക്കുന്നത്. പിന്നീട് പോലീസ് എപ്പോൾ അവരെ പിടിക്കുമെന്നിട്ടുള്ള ഒരു ആകാംക്ഷ മാത്രമാണ് നമുക്കുണ്ടാക്കുന്നത്. ആ ഒരു കഥയുടെ ഒരു സസ്പെൻസ് അത് കാരണം കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലോജിക് ലൂപ്പ് ഹോൾസ് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു സീരിയസ് കില്ലർ ആകുമ്പോൾ അവർ ചിലപ്പോൾ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും
ഏകദേശം 76-70 കൊലപാതകം നടത്തിയിട്ടുണ്ട്. അത് കപ്പിൾസാണ്. അപ്പോൾ ഒരു 140 കൊലയോളം നടത്തിയിട്ടുണ്ട്. ഇത്രയധികം സമയം കൊല നടത്തിയിട്ടും ഇത്രയധികം സമയമെടുത്തു. എന്നിട്ടും ഇത് പോലീസ് ഒരിടത്തും കണ്ടുപിടിക്കുന്നത് പോലുമില്ല. അവരെ ഈ പിന്നെ പ്രതികളെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ തെളിവുകളെല്ലാം കണ്ടുപിടിക്കുന്നു. പക്ഷേ അവരിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. കില്ലറിലേക്ക് എത്തിപ്പെടുന്നില്ല. കില്ലർമാർ പോലീസിൻ്റെ മുമ്പിലും പിന്നിലും ഒക്കെ അങ്ങ് നടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ഈ ക്യാരക്ടറുകളുടെ പിന്നെ ബിൽഡിംഗ് ഇൻസ്പെക്ടറായിട്ടുള്ള ശിവദ ഒരു പിന്നെ നിലയിൽ ശിവദയുടെ കഥാപാത്രത്തിന് വേണ്ടത്ര ഗാംഭീര്യമോ അല്ലെങ്കിൽ കരുത്തോ ഇല്ല എന്നുള്ളതാണ്. എസ് എ ആയിട്ടുള്ള സമുദ്രക്കനി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയോ അല്ലെങ്കിൽ തലയാട്ടുകയോ ചെയ്യുന്ന വെറുമൊരു സാധാരണ കഥാപാത്രമായിട്ടാണ് ആ ഒരു ഇൻസ്പെക്ടർ ഒതുങ്ങിപ്പോയി അല്ലെങ്കിൽ ഒതുക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കഥകൾ, ഉപകഥകൾ, ശിവതയുടെ കഥാപാത്രത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, വിവാഹത്തിന് മുമ്പുള്ള പ്രശ്നങ്ങൾ, കഥയുടെ ആ ഒരു ഒഴുക്കിനെ നന്നായിട്ട് തന്നെ ബാധിക്കുന്നു. അതുമായിട്ട് ഈ ഒരു സീരിയസ് മാറ്ററുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ഇല്ലാതാക്കി കളയാണ് അവരുടെ വ്യക്തിപരമായ ജീവിതം. പിന്നെ പല സംഭവങ്ങളെ ആസ്പദമാക്കി, യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി എടുത്ത പിന്നെ കാർത്തിയുടെ ധീരൻ, അധികാരം എന്ന പോലുള്ള സിനിമകളുമായിട്ട് ഇത് വളരെയധികം ബന്ധപ്പെടുന്നു. ഓരോ ഗ്രാമത്തിൽ നിന്നുള്ളവർ അതിർത്തി കടന്ന് കൊലപാതകങ്ങൾ നടത്തുന്നു. നമ്മൾ ഇതിനു മുമ്പൊക്കെ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രമേയങ്ങൾ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു വലിയൊരു പുതുമ നിലനിർത്താൻ സംവിധായകന് സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻ രീതി വെച്ച് നോക്കുമ്പോൾ തന്നെ അന്വേഷണം എന്ന് പറയുമ്പോൾ ഒരു ഉദ്യോഗം നിറഞ്ഞതായിരിക്കണം. ഒരു പിന്നെ മടിയനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബുദ്ധി മറ്റാരും മനസ്സിലാക്കാതിരിക്കുകയും ഒടുവിൽ അദ്ദേഹം തന്നെ ഒറ്റയ്ക്ക് കേസ് തെളിയിക്കുകയും ചെയ്യുന്ന ആ ഒരു രീതി നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. നായകന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി തുടക്കത്തിൽ ഒരു മന്ദബുദ്ധിയെ പോലെ കാണിക്കുന്നു, പിന്നെ സീരിയസ് ആകുന്നു. ആ ഒരു ഇത് തന്നെയാണ് ഇതിലും കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സ്റ്റീരിയോ ടൈപ്പ് അനുഭവമാണ് അത് തന്നെ പിന്നെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നത്. അന്വേഷണത്തിന് വളരെയധികം ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ പിന്നെ ഇതിൽ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ആർട്ട് വർക്ക് നോക്കുമ്പോൾ തന്നെ ഈ പിന്നെ 90കളിലെ അല്ലെങ്കിൽ 99 കാലഘട്ടങ്ങളിലെ ഒരു അന്തരീക്ഷം കൃത്യമായിട്ട് പുനരാവിഷ്കരിക്കുന്നതിൽ പലയിടത്തും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആന്ധ്രയിലെ ആ ഗ്രാമങ്ങൾ കാണിക്കുമ്പോൾ അവിടെ വേണ്ടത്ര ആ ഒരു നാച്ചുറാലിറ്റി അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ തമിഴ്നാടായിരുന്നാലും തമിഴ്നാടും ഒക്കെ കുറേയൊക്കെ നല്ലതായിരുന്നു, പക്ഷേ ആന്ധ്രയിൽ ഒട്ടും ഇതില്ല. പിന്നെ കൊലപാതകങ്ങൾ വളരെ ക്രൂരമായിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരുപാട് ബ്ലഡ് പിന്നെ ചിന്തുന്ന ഒരുപാട് സീനുകളുണ്ട്. പക്ഷേ ഇത് പിന്നെ വേണ്ടത്ര രീതിയിൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇത് ചെയ്തിട്ടില്ല. 16 വയസ്സിന് മുകളിലുള്ളവർ മാത്രം കാണണമെന്ന് ഇതിൽ എല്ലാ എപ്പിസോഡിലും എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷേ അത് വേണ്ടത്ര രീതിയിൽ ഫലപ്രദമായ രീതിയിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് ഗംഭീരമായതും. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും പാളിച്ചകളാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റില്ല. ഇതൊരു വെബ് സീരീസ് ആണ്. ചുരുക്കത്തിൽ നല്ലൊരു പ്രമേയമുണ്ടായിട്ടും തിരക്കഥയിലെയും കഥാപാത്രങ്ങളുടെ നിർമ്മിതിയിലെയും പാളിച്ചകൾ കാരണം ഈ സീരീസ് ഒരു ശരാശരി അനുഭവം മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് നല്ലൊരു ഗംഭീരമായിട്ടുള്ള മേക്കിംഗ് കൊണ്ടോ അല്ലെങ്കിൽ വേണ്ടത്ര പണം മുടക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു സാധനം കിട്ടേണ്ടതായിരുന്നു. പക്ഷേ വേണ്ടത്ര രീതിയിൽ കഥയ്ക്കോ തിരക്കഥയ്ക്കോ വേണ്ടത്ര ഡെപ്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഈ വെബ് സീരീസ് നോർമലൈസായി പോയതെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. താങ്ക് യു.